ഹായ്. ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു അനുഭവമാണ്. എൻ്റെ ഈ ഒരു ലൈഫിലുള്ള ഒരു അനുഭവം കൂടിയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാനൊരു കൗൺസിലറാണ് എന്നുള്ളത് അറിയാലോ. അപ്പോൾ ഈ ഒരു കൗൺസിലിങ്ങിൽ ഇപ്പം എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന കേസുകളിൽ ഒന്ന് നമ്മളെ കുടുംബ പ്രശ്നങ്ങളാണ്. പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ലഹരി യൂസേജിൻ്റെതാണ് വരുന്നത്. അപ്പോൾ അതിലും തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളാണ് എന്നുള്ളതാണ്. അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. നമ്മളെ ഈ ഒരു കേരളത്തിൽ തന്നെ, ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ ഒരു കേരളത്തിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു 2 വർഷം മുമ്പ് ഇത്തരം കേസുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ബോധവൽക്കരണവും യോദ്ധാവും വിമുക്തിയിൽ കൂടിയൊക്കെ നമ്മൾ ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും പ്രോഗ്രാമുകളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടാണോ എന്നറിയില്ല. അന്ന് ഒരുപാട് കേസുകൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. കുറേയൊക്കെ നമ്മൾ അതിനെ ശരിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു ഇടവേള എന്ന് പറയാം. അങ്ങനത്തെ കേസുകളൊന്നും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. വേറെയുള്ള ആളടുത്ത് ഉണ്ടാവും കേട്ടോ. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ കേസുകൾ നമ്മളെ ഈ ചുറ്റുവട്ടത്തിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതും നമ്മളെ സ്കൂൾ കുട്ടികളെയാണ് ഇതെന്ത് ചെയ്തിട്ടുള്ളത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഒരു നമ്മളടുത്ത് എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് ഇപ്പം ഇന്ന് കൂടെ എൻ്റെ അടുത്ത് ആ ഒരു കേസ് വന്നിട്ടുള്ളൂ. അപ്പം ഈ കുട്ടികളുടെ അടുത്തു നിന്നൊക്കെ നമ്മളിത് എവിടുന്ന് കിട്ടണു, എങ്ങനെയാണ്, ആരൊക്കെ യൂസ് ചെയ്യണു എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഓരോന്ന് കേട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കാട്ടിലും സങ്കടം ഇതൊക്കെ സ്കൂൾ അധികൃതർക്ക് അറിയാം. ഇത് ഇങ്ങനെ ഇവർ കുട്ടികളുടെ അടുത്ത് ഇത് യൂസ് ചെയ്യേണ്ടതെന്നോ അറിഞ്ഞാൽ പോലും സ്കൂളിലുള്ള ആളുകളൊന്നും ടീച്ചേഴ്സോ ഒന്നും എന്ത് ചെയ്യണില്ല, ഇതിനെ പ്രതികരിക്കണില്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയില്ല. ഒരു പക്ഷെ അവരെ ആ ഒരു ഭാവി സേഫ് ആക്കുകയാവും. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പം എന്നും ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ടാണല്ലോ ഒരു തലമുറനെ തന്നെ നശിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കുക. വലിയൊരു മാഫിയ ഇതിനായിട്ട് തന്നെ ഉണ്ട്. അതാര് എന്ത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും പിക്ചറില്ല. പക്ഷെ കുട്ടികൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു അറിവുകൾ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഇനി വരുന്ന ഒരു തലമുറ എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. ഇനി വരുന്ന എല്ലാ ഏതൊരു ഫീൽഡിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകളാണ് നമുക്ക് മുന്നിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഒരു തലമുറ എന്താവും എന്നുള്ളത്. കാരണം ഏത് ഫീൽഡിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെടുകയാണ് എന്നുള്ളത് അറിയണില്ല. ഒരു കുറഞ്ഞ സമയത്തെ ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ മുന്നൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവ് ഹോർമോൺ 25% പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് തന്നെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. നമുക്ക് മതി മറക്കും നമ്മൾ. ആ സമയത്ത് ഈ ഒരു ലഹരി യൂസ് ചെയ്യുമ്പോൾ 500% പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അത് താങ്ങാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് പടച്ചോൻ തന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഞാനിത് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കുട്ടികൾ, ചെറിയ കുട്ടികൾ 8ാം ക്ലാസ് മുതൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇനി വരുന്ന ഒരു തലമുറ എന്താവും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളെ മക്കളെ അസമയത്ത് പുറത്ത് വിടാതിരിക്കുക. സന്ധ്യാസമയങ്ങളിൽ എന്തിനാണ് ഈ കുട്ടികളെ പുറത്ത് വിടുന്നത്? അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ഇരുത്തുക. പിന്നെ കുട്ടികളിൽ കൂടുതൽ ദേഷ്യം, അതുപോലെ തന്നെ വിശപ്പില്ലായ്മയും, പിന്നെ നിങ്ങളെ വീട്ടിൽ നിന്ന് ക്യാഷുകൾ പോണുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പല ആൾക്കാരും അതിനെക്കാട്ടിലും സങ്കടം തോന്നുന്നു. പല ആൾക്കാർക്കും ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ പോലും ആ കുട്ടീനെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ തയ്യാറല്ല. പല ആൾക്കാർക്കും തെറ്റായ ഒരു ധാരണയാണ്. കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഒരു മാനസിക രോഗിയായിട്ട് മറ്റുള്ളവർ മുദ്ര കുത്തും എന്നുള്ളൊരു പേടിയാണ്. ഒരിക്കലും അതൊരു തെറ്റായ ധാരണയാണ്. അതും ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കൗൺസിലിംഗ് നമ്മളെ മനസ്സിന് വരുന്ന എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഏത് പ്രയാസങ്ങൾക്കും
നമുക്കൊരു സൊല്യൂഷനാണ് ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നല്ലൊരു മെഡിറ്റേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. നിങ്ങൾ ഫിസിക്കലി നിങ്ങളെ അസുഖത്തിന് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനും. അതിനാരും മടിക്കേണ്ട ഒരു ആവശ്യമില്ല. ആരും ഒരു മാനസിക രോഗിയല്ല. അങ്ങനെ ഒരു തെറ്റായ ധാരണ വേണ്ട. അപ്പം നിങ്ങളെ കുട്ടികളെടുത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും ബിഹേവിയറിൽ ഒരു ചേഞ്ച് വരുമ്പോൾ, ലഹരി ഉപയോഗിച്ചോ ഉപയോഗിച്ചിട്ടില്ലേ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കൗൺസിലിങ്ങിന് കുട്ടീനെ ഒന്ന് വിധേയമാക്കി കൊടുക്കുക. ഒരു പക്ഷേ നിങ്ങളെ പാരൻസിനെ കൊണ്ട് കഴിയാത്തത് അവരെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടീനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുക. ഇനിയിപ്പോൾ ലഹരി മാത്രമല്ല കേട്ടോ, ഈ ഒരു ഫോണിൻ്റെ യൂസേജ്, ഫോണിൽ ഗെയിം, നമുക്ക് ആവശ്യം ഇല്ലാത്ത കുറേ ഗെയിംസുകളാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അതിൽ അഡിക്റ്റായി വരുന്നത്. ഇതുകൊണ്ട് കുട്ടികളെ സ്വഭാവത്തിൽ ഒരുപാട് ചേഞ്ചസുകൾ വരികയാണ്. കുട്ടികൾ ഇൻട്രോവേർട്ടായിട്ട് മാറുകയാണ്. അവരെ സ്കില്ലുകൾ നശിക്കുകയാണ്. പകരം അവർക്ക് ഒരു ക്രിമിനൽ മൈൻഡ് ആണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലോകത്താണ് ഇപ്പം നമ്മളെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മക്കളെ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കളിൽ വരുന്ന ചേഞ്ച് നിങ്ങൾ മനസ്സിലാക്കുക, മക്കളെ ഒബ്സർവ് ചെയ്യുക. പിന്നെ നിങ്ങളെ മക്കളിലുള്ള ഇടയ്ക്ക് അവരെ എന്താ ഒരു ഫ്രണ്ടായിട്ട് മക്കളെ കണ്ടിട്ട് നിങ്ങളടുത്ത് തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം മക്കൾക്ക് നിങ്ങൾ കൊടുക്കുക. അറിയണം നിങ്ങളെ മക്കളെ. കൂടുതൽ ഷൗട്ട് ചെയ്യേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ജനറേഷന്, നിങ്ങളെ ഉപദേശമൊന്നും ഇന്നത്തെ ഈ ഒരു ജനറേഷന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിനെ പേടിച്ചിരുന്ന ഒരു മക്കളാണെങ്കിൽ ഇന്ന് നമ്മൾ ഉപദേശിക്കുമ്പോൾ കുട്ടികൾ നമ്മളെ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. കൂടുതലും ഫ്രണ്ട്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇപ്പം നമുക്കിടയിൽ നമ്മളെ കുട്ടികൾ. ആ ഒരു രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നത് എന്താണ്, ഇത്തരം ഉപയോഗങ്ങളും എങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് സർക്കിളാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് എല്ലാവരും മക്കളെയും പഠിച്ചോന് ഇതിന്നൊക്കെ രക്ഷപ്പെടുത്തട്ടെ കേട്ടോ. കാരണം അവർക്ക് തിരിച്ചറിവില്ല, ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള തിരിച്ചറിവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുറച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗമാണ്. അതും പല സ്കൂളുകളിലായിട്ട് എൻ്റെ അടുത്ത് വന്ന കേസുകളിൽ കുട്ടികൾ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്കൂളുകളിൽ ഒരുപാട് കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് അവർ ഓരോ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ പോയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഇവർക്കിത് എത്തിച്ചു കൊടുക്കാനും ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. കാരണം കൂടുതലായിട്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് പറയണില്ല. കാരണം കൗൺസിലിംഗ് എന്നുള്ളത് ഒരു സീക്രട്ടാണ്. അപ്പം അത് നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതലായിട്ട് പറയണില്ല. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നിങ്ങളെ കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ.